എന്നെ അൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഭർത്താവ് ഫെബിൻ, ഇതെൻ്റെ അമ്മ. ഞാൻ സെൻറ്റ് ജോസഫ്സ് പുന്നപ്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴയിൽ പോയി ട്രീറ്റ്മെൻറ്റിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഒട്ടും അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് IVF മാത്രമാണ് ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും ഒരു 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനകത്ത് ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നീടും അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കൺസൾട്ടേഷൻ ചെന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി ലീവിന് നിൽക്കുകയാണെങ്കിൽ IVF ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു IVFിലൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ട, ദൈവം തന്ന കുഞ്ഞിനെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് UK പോയി. UK ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഓഗസ്റ്റ് മാസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാൻ അവസരം ലഭിച്ചു. അവിടെ ചെന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിച്ചു. അതിനു മുമ്പ് ഞങ്ങളിവിടെ മെയ് 2-ാം തീയതി 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു. ആ സമയത്ത് അച്ഛൻ ഞങ്ങളെ ബ്ലെസ് ചെയ്തപ്പോൾ പറഞ്ഞു, ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങളെ ബ്ലെസ് ചെയ്തപ്പോൾ പറഞ്ഞു 19 മാസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ 19 മാസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് സ്വന്തം രക്തത്തിൽ പറന്ന കുഞ്ഞായി വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് UK പോയി. UK ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓഗസ്റ്റ് മാസം അച്ഛൻ്റെ ധ്യാനം കൂടാൻ അവസരം ലഭിച്ചു. ഓഗസ്റ്റ് മാസം 2025 1, 2, 3 തീയതികളിലായിരുന്നു ധ്യാനം കൂടാൻ അവസരം ലഭിച്ചത്. ആ ധ്യാനം കൂടി ഞാൻ വീട്ടിൽ വന്ന് രാത്രി ഉറങ്ങിയപ്പോൾ ഞാൻ ഇവിടുത്തെ കൃപാസനം അമ്മയെയും അച്ഛനെയും ഒരു പെൺകുഞ്ഞിനെയും സ്വപ്നത്തിൽ കണ്ടു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 25-ാം തീയതി എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. ഞാൻ ഉടമ്പടി തൈലവും കാശ് രൂപം ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുമായിരുന്നു. ഉടമ്പടി തൈലം എല്ലാ ദിവസവും വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഈശോയും മാതാവും തന്നതാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അച്ഛൻ പറഞ്ഞ ഒരു വാക്കിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേൾക്കുമായിരുന്നു. അതുകൂടാതെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ ഇടയ്ക്ക് കേൾക്കുമായിരുന്നു. എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. ഞങ്ങൾ ഇനിയും ഉടമ്പടിയിൽ തുടരാൻ ഈശോയും മാതാവും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഇനിയും ആഗ്രഹമുണ്ട്. ഇനിയും വന്ന് ഉടമ്പടി പുതുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ഷാർബലിന് ഇപ്പോൾ 3.5 മാസമായി. മാതാവ് പ്രഗ്നൻസി സമയത്തൊന്നും എനിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ മാതാവ് അതെല്ലാം കനിഞ്ഞ് അനുഗ്രഹിച്ചു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അനുഗ്രഹിച്ചു. അതുകൂടാതെ തന്നെ എനിക്ക് നോർമൽ ഡെലിവറി വഴി തന്നെ മാർച്ച് 30-ാം തീയതി മാതാവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്നേഹതീരം എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവിടേക്ക് എല്ലാ മാസവും സാമ്പത്തികമായി സഹായിച്ചു. അതുകൂടാതെ ഞങ്ങൾ UK ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം മേടിച്ചു കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ മുടങ്ങാതെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകുമായിരുന്നു. എല്ലാ ദിവസവും ജപമാല ചൊല്ലും, ബൈബിൾ 1/2 മണിക്കൂർ വായിക്കുമായിരുന്നു. എല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 9-ാം വചനമാണ്. ദൈവം തൻ്റെ ജനങ്ങളോടൊരു വലിയ വാഗ്ദാനം ചെയ്യുകയാണ്. അനുഗ്രഹവും സംരക്ഷണവും ഉറച്ച ഒരു ഉടമ്പടിയാണ്. ദൈവത്തോടുള്ള വിശ്വാസവും ആത്മീയതയും ഭൗതികയുമായിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളുമാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുന്ന, അനുഗ്രഹം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിലൂടെ നാം കണ്ടുമുട്ടുന്നത്. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നാം ഇപ്പോൾ കേട്ട സാക്ഷ്യത്തിൽ നമ്മൾ സോണിയ എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത്. 3 വർഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അക്കൗണ്ട് കുറവായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ 6 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അതിനൊന്നും ഒരു ഫലമുണ്ടായില്ല. പിന്നീടാണ്
ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് IVF മാത്രമേ ഉള്ളൂ ഒരു പോം വഴി. പക്ഷേങ്കിൽ ഈ മകളുടെ അമ്മ ഉടമ്പടിയിലായിരുന്നു. പിന്നീടാണ് മകളോട് പറഞ്ഞത് ഉടമ്പടി എടുക്കുക, അമ്മയൊരു വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെയാണ് ഈ മോളും ഹസ്ബൻഡും കൂടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ സാധിക്കുകയും ചെയ്തത്. അന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നാണ്. ആ വാക്കാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മകൾ സോണിയയും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് തങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിൽ വേറൊരു പോംവഴിയിൽ IVF മാത്രമാണെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞ ആ വചനം അത് അച്ഛൻ നല്ല പറഞ്ഞത് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്. ഈ ആലയത്തിൽ നമുക്കറിയാം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഒരു ആത്മീയതയുടെ ഒരു ആസ്തി അമ്മ കണ്ടിട്ടുണ്ട്. ആ ആസ്തിയിലാണ് ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും ആത്മീയ ജീവിതത്തിലുള്ള ഒരു ആസ്തിയാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒരു ഓഹരി ഒരു അംശമാണ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങളിൽ കൂടെ അച്ഛൻ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ അച്ഛന് അമ്മ തന്നെയാണ് വെളിപ്പെടുത്തി കൊടുത്തത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മക്കൾ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല UK പോയപ്പോഴും അച്ഛന് വീണ്ടും ഇവർക്ക് ബ്ലസ് ചെയ്യാൻ സാധിച്ചു. അന്ന് തന്നെയാണ് അച്ഛൻ ബ്ലസ് ചെയ്ത ആ ദിവസം തന്നെ അന്ന് രാത്രിയിൽ തന്നെ ഈ മകൾക്കൊരു സ്വപ്നത്തിൽ തന്നെ അമ്മ അതൊരു ദർശനം കൊടുത്തു. പരിശുദ്ധ അമ്മയും കുഞ്ഞുമായിട്ട് നിൽക്കുന്നതും ജോസഫ് അച്ഛന് കൂടെ ഉള്ളതായിട്ടും ആ സ്വപ്നത്തിൽ കൂടെയും അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മയുടെ ആ സംരക്ഷണവും എല്ലാം കൂടെയുള്ളെങ്കിൽ ഉടമ്പടി മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അസാധ്യമായെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ കുറവുകൾ കണ്ട് ആ കാര്യങ്ങളാണ് അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും ആ അമ്മ തന്നെയാണ് നമ്മുടെ ഓരോ കുറവുകൾ നിറവുകളാക്കി തരുന്നത്. ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം പരിശുദ്ധ അമ്മയാണ്. ഈ മക്കളുടെ കാര്യവും അമ്മ തന്നെയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുബാവയുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. മെറിറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ മെറിറ്റാക്കി തരുന്ന നമ്മുടെ കഴിവിലല്ല, നമുക്കൊരു കഴിവുമില്ല. ഇനി ഒരു IVF എന്ന ഡോക്ടർ പറയുമ്പോഴും അവിടെ വേറൊരു മാർഗമുണ്ട്, അത് ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ when there is no merit there is a grace. ദൈവത്തിൻ്റെ കഴിവുമുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ കഴിവില്ലായ്മയിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഈ മക്കളുടെ ജീവിതത്തിലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ ഒരു കൃപാസനം അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ പറഞ്ഞത് 19 മാസം ഡേറ്റ് പ്രാർത്ഥിക്കാനാണ്. അതും ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. നമ്മൾ ഡേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സമയത്തിന് മേൽ അധികാരമുള്ള ഒരു സ്വാധീനമുള്ള ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുമെന്ന ആ വചനം ഉറപ്പിക്കുന്ന വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്വമായിട്ടാണ് നാം ഉടമ്പടിയിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള നമുക്ക് ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്നത്. ആ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തതയാണ് വിശ്വാസത്തെക്കാൾ ഉപരി നമുക്ക് ആവശ്യം. ആ വിശ്വസ്തതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സോണിയ പത്രോസിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ
നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.